പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 സെപ്റ്റംബർ മാസം ആമേൻ 2-ാം തീയതി തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. കൈകളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് ആ നല്ല കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് ആ 1-ാം തീയതി പകൽക്കാലം മുഴുവൻ നമ്മളെ കാത്തുപരിപാലിച്ച കൃപകൾക്കായിട്ട് സ്തോത്രം പറ. കർത്താവെ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ രാത്രികാലം നല്ല ഉറക്കം തന്ന് അനുഗ്രഹിച്ചില്ലേ? കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ചില്ലേ? ആമേൻ. കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് ആമേൻ. രാവിലെ ദൈവം ഉണർത്തിയെന്ന ബോധ്യമുള്ളവർ ആ കൈകളെ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ്, കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. കർത്താവ്, ഈ പകൽക്കാലം കർത്താവ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിന് സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് മുൻപടയായി നിൽക്കുന്നതിന് സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് പിൻപടയായി നിൽക്കുന്നതിന് സ്തോത്രം. ഞങ്ങളുടെ സകല വഴികളിലും സൂക്ഷിപ്പാൻ അങ്ങയുടെ ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. എല്ലാ നന്മകൾക്കും നന്ദി. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന് സ്തോത്രം പറയുന്നു. കർത്താവിന് സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ഇന്നലെ രാത്രി നടന്ന മീറ്റിങ്ങിനെ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. ദൈവത്തിൻ്റെ മഹിമ വെളിപ്പെട്ടതിനായിട്ട് സ്തോത്രം. ദൈവകൃപ വ്യാപരിച്ചതിനായിട്ട് സ്തോത്രം ചെയ്തു. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ, അങ്ങയുടെ വൻ കൃപയ്ക്കായിട്ട് സ്തോത്രം. 90-ാം സങ്കീർത്തനം പറയുന്നു, അതിൻ്റെ 14, 15, 17 കാലത്ത് തന്നെ ഞങ്ങളെ കർത്താവിൻ്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും. അങ്ങ് ഞങ്ങളെ ക്ലേശിപ്പിച്ച വെച്ച ദിവസങ്ങൾ, ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. 17 ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്തു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് അങ്ങേ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ ലഭിച്ചിരിക്കുന്ന ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും നസറേയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവരുടെ സകല ആവശ്യങ്ങളിലും അങ്ങയുടെ വലിയ കൃപയുണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം കർത്താവേ, തൻ്റെ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ അങ്ങയുടെ മറുപടി അയക്കുന്ന ദിവസമാകിയാൽ സ്തോത്രം. ചില ലീഗൽ വിഷയങ്ങളിൽ, കേസ് സംബന്ധമായ വിഷയങ്ങൾ ഇന്ന് അത്ഭുതങ്ങൾ നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. ലീഗൽ വിഷയങ്ങളിൽ ഇന്ന് പകൽക്കാലം നസറേയനായ യേശുവിൻ്റെ നാമത്തിൽ ചില അത്ഭുതങ്ങൾ, കോർട്ട് കേസുകളിൽ ഇന്ന് ചില കോർട്ട് കേസുകളിൽ ഇന്ന് പകൽക്കാലം നസറേയനായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ പ്രവൃത്തി അവിടെ കാണണം. അങ്ങ് നീതിയോടെ ന്യായം വിധിക്കുന്ന ദൈവമാണ്. അങ്ങ് ഞങ്ങളുടെ കാര്യവും വ്യവഹാരവും നടത്തുന്ന ദൈവമാണ്. ഇന്ന് തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. അതുപോലെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എപ്പോഴും വയറ് വീർത്തിരിക്കുന്നു എന്ന് തോന്നുന്ന ഒരു അനുഭവം, അമേൻ, അങ്ങനെയുള്ളവർ ആ വയറ്റത്തോട്ട് കൈവച്ചു. യേശുവിൻ്റെ നാമത്തിൽ എപ്പോഴും വയറ് വീർത്തിരിക്കുന്നു എന്നുള്ള അനുഭവങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നസറേയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ ആമേൻ, സാമ്പത്തിക ഞെരുക്കത്തിലൂടെ പോകുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, അതിന്മേൽ വലിയ വിടുതലിനെ കർത്താവ് അയക്കണം. ആമേൻ. അങ്ങ് തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. അങ്ങ് തുറക്കുന്നത്, അങ്ങ് നൽകുന്നത് ആമേൻ അളവറ്റ നന്മകളാണ്. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ തന്നെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അത് വെളിപ്പെടുന്നതിന് സ്തോത്രം. ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് വഴി തുറക്കണമേ. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ വാതിലുകൾ തുറന്നു വരട്ടെ. കർത്താവെ, ഇന്ന് ഞങ്ങൾ ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ ഓർക്കുന്നു. അഭിഷക്തന്മാരെ മാനിക്കണം, ആദരിക്കണം, ദൈവകൃപയിൽ പുതിയണം, ചുറ്റും തീമതിലായി നിൽക്കണം. പ്രത്യേകിച്ച് കർത്താവെ, പുതിയ അഭിഷക്തന്മാർ എഴുന്നേൽക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകവ്യാപകമായി ആത്മശക്തിയോടെ ശുശ്രൂഷിക്കുന്ന അഭിഷക്തന്മാർ എഴുന്നേറ്റ് വരട്ടെ. തിരുനാമം മഹിമപ്പെടുവാൻ കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. ഇന്ന് വൈകിട്ട് നമ്മുടെ മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർക്കുന്നതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങളോടൊപ്പം കൂടെ ഇരിക്കട്ടെ. ഇന്ന് രാത്രി കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ പങ്കെടുക്കണം. ഇന്ന് പകലത്തെ മീറ്റിങ്ങിന് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ആമേൻ. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ആമേൻ, മറ്റുള്ളവരോട് നിങ്ങൾ പറയണം, ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ മീറ്റിങ്ങിലൂടെ ഉണ്ടായ നന്മകളും അനുഗ്രഹങ്ങളും നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അവരും അതിനകത്ത് പങ്കെടുക്കുവാൻ താല്പര്യം കാണിക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തക്ക സമയത്ത് ജോയിൻ ചെയ്യണം കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. പോയ ഓഗസ്റ്റ് മാസം ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. ഇത് സെപ്റ്റംബർ മാസത്തിൻ്റെ 2-ാം തീയതിയിലേക്ക് നമ്മൾ വന്നു. ഓഗസ്റ്റ് മാസം പ്രാർത്ഥനയെക്കുറിച്ചായിരുന്നു നമ്മൾ ചിന്തിച്ചത്. ആ പ്രാർത്ഥനയുടെ മാസത്തിൽ കർത്താവിൻ്റെ ആ പ്രത്യേകമായ ഫേവർ അവൻ ഈ ദിവസങ്ങളിൽ നമ്മുടെ മേൽ വെളിപ്പെടാൻ പോവുകയാണ്. കാരണം
പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേക അനുഗ്രഹങ്ങളാണ്. അപ്പോൾ ഈ മാസത്തിൻ്റെ പ്രത്യേകത സങ്കീർത്തനം 5:12 യഹോവേ നീ നീതിമാനെ അനുഗ്രഹിക്കും, പരിച കൊണ്ടെന്ന പോലെ നീ ദയ കൊണ്ട് അവനെ മറയ്ക്കും. അവൻ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട എല്ലാവരും നീതിമാന്മാരാണ്. ആമേൻ. റൈച്ചസ്നെസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ നീതി യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ മേൽ വന്നു. പാപം അറിയാത്തവനെ പിതാവ് നമുക്ക് വേണ്ടി പാപമാക്കി അവൻ്റെ നീതി നമ്മുടെ മേലാക്കി. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ നീതിമാന്മാരായി തീർന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് നാം സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കപ്പെട്ടവർ. ആ കൈ ഒന്ന് ഉയർത്തിയിട്ട് പറഞ്ഞ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തു യേശുവിൽ എന്നെ അനുഗ്രഹിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ അത് തന്നെ ഒന്നാമത്തെ പോയിന്റ്. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. എന്നും പറയണം ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. എന്നിട്ട് പറയാം പരിച കൊണ്ടെന്ന പോലെ അങ്ങ് അവരെ ഫേവർ കൊണ്ട് മറയ്ക്കും. ദയ എന്ന പദം അവിടെ ഫേവർ എന്ന വാക്കാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പരിച എന്ന് പറയുന്നത് ഒരു 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 സംരക്ഷണമാണ്. അതായത് ഒരു പഴയകാല യുദ്ധമുന്നണിയിൽ വാളും പരിചയം കുന്തവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും പരിചയ്ക്കാണ് പ്രാധാന്യം. കാരണം പരിചയാണ് ആ വ്യക്തിയെ സംരക്ഷിക്കുന്നത്, ശത്രുവിൻ്റെ അറ്റാക്കിൽ നിന്ന് സംരക്ഷിക്കുന്നത്. അതായത് ആ വ്യക്തിക്ക് ചുറ്റും പരിചയം ഇങ്ങനെ നിൽക്കും. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് പറയുക, നമുക്ക് ചുറ്റും ദൈവത്തിൻ്റെ ഫേവർ അല്ലെങ്കിൽ കർത്താവിൻ്റെ പ്രീതി എന്തായി മാറും? പരിചയമായി മാറും. 2024 സെപ്റ്റംബർ മാസത്തിന് പരിശുദ്ധാത്മാവിൽ നമ്മൾ ഇട്ടിരിക്കുന്ന പേര് പ്രീതിയുടെ മാസം, ദൈവപ്രീതിയുടെ മാസം, അല്ലെങ്കിൽ ദ മന്ത് ഓഫ് ഗോഡ്സ് ഫേവർ, ദൈവത്തിൻ്റെ ഫേവറിൻ്റെ മാസമെന്ന്. അപ്പം നമുക്ക് ചുറ്റും ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെട്ടിരിക്കുക, നമുക്ക് ചുറ്റും കർത്താവിൻ്റെ ഫേവർ വെളിപ്പെട്ടിരിക്കുക. വിശ്വാസത്തോടെ പറഞ്ഞ് എനിക്ക് ചുറ്റും ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെട്ടിരിക്കുക. ആമേൻ. ആ ഫേവറിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, ആമേൻ, അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മളെ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് നമ്മുടെ ജീവിതത്തിൽ തരും. ആമേൻ. നമുക്ക് പ്രത്യേകതകൾ തരുന്നതാണ് ഫേവർ എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, ഈ ഫേവർ എന്നുള്ള വാക്ക് ആദ്യമായിട്ട് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ ഫേവർ ലഭിച്ചു അല്ലെങ്കിൽ കൃപ ലഭിച്ചു. അപ്പം അത് നോഹയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കി തീർന്നു. നോഹയെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അനുസരിക്കുവാൻ ആ ഫേവർ സഹായിച്ചു. 2, ആ വലിയ ന്യായവിധി ദിവസത്തിൽ നിന്നും അല്ലെങ്കിൽ ആ ദൈവിക ന്യായവിധിയിൽ നിന്നും നോഹയും കുടുംബവും രക്ഷിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ ഫേവറായിരുന്നു. അത് നോഹയുടെ പുണ്യമല്ല, നോഹയെ രക്ഷിച്ചത് ദൈവത്തിൻ്റെ കൃപയാണ്. ഇന്ന് പ്രഭാതത്തിൽ ഈ മാസം നമുക്ക് ഒരുമിച്ച് ഡിക്ലെയർ ചെയ്യാം, ഈ ഫേവർ നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കും. ഈ ഫേവർ നമുക്ക് മുമ്പിൽ വാതിലുകളെ തുറന്നു തരും. ഈ ഫേവർ നമുക്ക് അവസരങ്ങളെ കൊണ്ടുതരും. ഈ ഫേവർ നമുക്ക് നല്ല ബന്ധങ്ങളെ കൊണ്ടുതരും. ഈ ഫേവർ നമ്മളെ ഉയർത്തുക തന്നെ ചെയ്യും. ഈ ഫേവർ നമ്മളെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഫേവർ നിങ്ങളെ ചുറ്റി നിൽക്കുക. ഫേവർ ഈസ് അപ്പോൺ അസ്, ഫേവർ ഈസ് അറൗണ്ട് അസ്. പറഞ്ഞാണ്ട് ഫേവർ എൻ്റെ മുകളിലുണ്ട്, ഫേവർ എനിക്ക് ചുറ്റിലുമുണ്ട്, ഫേവർ എൻ്റെ മേലുണ്ട്. ആ ദൈവിക ഫേവർ നിങ്ങളെ മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തരാക്കി അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ കാരണമായി തീരും. ആമേൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മാസം നമ്മുടെ വായിൽ നിന്ന് എപ്പോഴും പറയണം, യേശുക്രിസ്തു മുഖാന്തരം എൻ്റെ മേൽ ദൈവത്തിൻ്റെ ഫേവർ വന്നിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ ഫേവർ എൻ്റെ മേൽ വന്നിരിക്കുന്നു. അതുകൊണ്ട് ആമേൻ, ഇതെനിക്ക് അനുകൂലമായ സമയമാണ്. ആമേൻ, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ വേറെ ഒരു ഫേസിലേക്ക് കയറിയിരിക്കുകയാണ്. അവൻ അബ്രഹാമിൻ്റെ മേൽ ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ പ്രീതി, ഇസഹാക്കിൻ്റെ മേൽ ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ പ്രീതി ഇന്ന് നമ്മുടെ മേൽ യേശുക്രിസ്തു മുഖാന്തരം ഇറങ്ങി വന്നിരിക്കുക. ഇസഹാക്കിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഫേവർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ക്ഷാമം വന്നപ്പോൾ എല്ലാവരും ക്ഷാമത്തിൽ അവൻ നശിച്ചു പോവുക. എന്നാൽ ക്ഷാമത്തിൽ കർത്താവിന് പറഞ്ഞു, കർത്താവ് ഇസഹാക്കിനോട് നീ എങ്ങും പോകണ്ട, നീ ഇവിടെ വിതയ്ക്കാൻ പറഞ്ഞു. ഇസഹാക്ക് വിതച്ചു. അവൻ 100 മേനി ഫലം ലഭിക്കുവാൻ ഇടവന്നു. അതാണ് ഈ ഫേവർ ഒരുത്തൻ്റെ മേൽ ഉണ്ടായിക്കഴിഞ്ഞാലുള്ള അനുഗ്രഹമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ട ആ ഫേവറിൽ ജീവിക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ താഴ്മയാണ്, വിനയമാണ്. ദൈവസന്നിധി താഴ്മയുള്ളവരായിരിക്കണം, മനുഷ്യരുടെ മുമ്പിൽ താഴ്മയുള്ളവരായിരിക്കണം. ആ ഹ്യൂമിലിറ്റി ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, ഇതിനു മുമ്പുണ്ടായിട്ടുള്ളതിലും അധികം താഴ്മയോടെ ജീവിക്കണം. നമുക്കൊരു ബോധം വേണം, ഞാൻ എൻ്റെ കഴിവിലല്ല ജീവിക്കുന്നത്, ഞാൻ എൻ്റെ ശക്തിയിലല്ല ജീവിക്കുന്നത്, ഞാൻ എൻ്റെ ബുദ്ധിയിലോ എൻ്റെ പഠിപ്പിലോ അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസുകളിലോ അല്ല ജീവിക്കുന്നത്. ഞാൻ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ ഫേവറിലാണ്, ഞാൻ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. ഹല്ലേലൂയ. ആ ഒരു ബോധ്യത്തോടുകൂടെ ഇന്ന് പകൽക്കാലം അവൻ ദൈവ സാന്നിധ്യത്തെ അനുഭവിച്ച് കർത്താവിനോടുകൂടെ പറ്റിച്ചേർന്നിരുന്നാൽ ആ വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ലൈഫിൽ വരും കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവൻ ഒന്നുകൂടെ കൈ ഉയർത്തി പറ, ഫേവർ ഈസ് അപ്പോൺ മീ, ഫേവർ ഈസ്
അറൗണ്ട് മീ എന്നും പറയണം, എപ്പോഴും പറയണം കേട്ടോ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.